നാരായണ ഗുരുവിന്റെ കവിത മലയാള കവിതയിലെ ആധുനികവൽക്കരണത്തിന്റെ ആദ്യ മുഖമായിരുന്നുവെന്ന് സുനിൽ പി ഇളയിടം. ഇടശ്ശേരി കലാപാഠശാല പൊന്നാനിയിൽ സംഘടിപ്പിച്ച ത്രിദിന കാവ്യവിചാരം സെമിനാറിൽ ഗുരു കവിതയും ചിന്തയും എന്ന വിഷയത്തിൽ ഉദ്ഘാടന പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭാഷയുടെ പ്രവാഹാത്മകമായ ചൈതന്യം കവിത്രയത്തിൻ്റെ കാലത്തിനു മുമ്പ് ഗുരുവിൻ്റെ കവിതയിലാണ് ശക്തിപ്പെടുന്നത്. വ്യവഹാര ഭാഷയെ കാവ്യഭാഷയായി പരിവർത്തിക്കുന്നതിൽ ഗുരുവിൻ്റെ കവിതകൾ അനുഷ്ഠിച്ച ശ്രദ്ധയാണ് ആശാനടക്കമുള്ള കവികളെ സൂക്ഷ്മമായി വിശദീകരിക്കാൻ പിൽക്കാല കാവ്യവായനയ്ക്ക് ഇടം നൽകിയത്. ഗുരുവിൻ്റെ കാവ്യലോകത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായ ചർച്ചകൾ ഇടശ്ശേരി കലാപാഠശാല ഇങ്ങനെ തുടങ്ങിവെക്കുന്നത് ഈ കാര്യത്തിൽ കേരളത്തിൽ ഇന്ന് അത്യപൂർവമായ കാഴ്ചയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാക്യം വായിച്ചിട്ട് നിങ്ങൾ ഗുരുവിലേക്ക് തിരിച്ചു വന്നാൽ വാദിക്കാനും ജയിക്കാനും അല്ല എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അത് ഈ അപരനിരാസത്തിൻ്റെ, അപരവിദ്വേഷത്തിൻ്റെ, അപരനിരാകരണത്തിൻ്റെ യുക്തിയെ ഭാഷയ്ക്ക് പുറത്തു നിർത്താനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രമമാണ്. തിരിച്ചറിയലും അറിയിക്കലുമാണ്. അറിയുക എന്ന് പറഞ്ഞാൽ താനല്ലാത്ത ഒന്നിൽ നിന്ന് താൻ ഉൾക്കൊള്ളുക. അറിയിക്കുക എന്ന് പറഞ്ഞാൽ താനല്ലാത്തതിലേക്ക് താൻ കൂടി കടന്നു നിൽക്കുക. അപരത്തെ ഉൾക്കൊള്ളലാണ് അറിയൽ, അപരത്തിലേക്കുള്ള കടന്നു നിൽക്കലാണ് അറിയിക്കൽ. അതുകൊണ്ട് അപരവുമായുള്ള ബന്ധത്തിലല്ലാതെ അറിയലും അറിയിക്കലും ഇല്ല. അപര നിഷേധത്തിലാണ് വാദിക്കലും ജയിക്കലും. അത്രയൊക്കെ ആലോചിച്ചെത്തിയാൽ വാദിക്കാനും ജയിക്കാനും അല്ല എന്ന് പറഞ്ഞത് എത്രയോ വിപുലമായ ഒരു ദൈവഭാവനയെ രണ്ടു വാക്യത്തിലേക്ക് സംഗ്രഹിച്ചതാണ് എന്ന് മനസ്സിലാവും. മനസ്സിലായില്ല എന്ന് മനസ്സിലായില്ലെങ്കിൽ പ്രശ്നവുമില്ല. അതാണ് അത് ഗുരുവിനുള്ളൊരു വലിയ പ്രശ്നമാണ്. അത് ഈ ഇദ്ദേഹം പറയുന്നൊരു കാര്യം അതാണ്. ഗുരുവിൻ്റെ ഭാഷ ഒട്ടും സങ്കീർണമല്ലേ. ഇപ്പൊ കുമാരനാശാൻ ഉപയോഗിക്കുന്നത് പോലെ, പ്രബോധനത്തിലൊക്കെ കാണുന്നത് പോലെയുള്ള സങ്കീർണമായ പദാവലികളൊന്നും ഗുരുവിൽ അധികമില്ല. അധികമില്ലാന്ന് ഞാൻ പറയുന്നത് ചില സ്ഥലങ്ങളിലുണ്ട്, അപൂർവ സ്തോത്രങ്ങളിലൊക്കെ ഉണ്ട്. പിന്നെ അത് കുറഞ്ഞു വരികയുണ്ടോ. ആദ്യത്തെ സ്തോത്രങ്ങളിലൊക്കെ കാണുന്ന ഭാഷയൊന്നുമല്ല അവസാനം എത്തുമ്പോൾ. അതിൻ്റെ അർത്ഥം ലളിതം, ആശയം ലളിതമായി എന്നൊന്നുമല്ല. ആശയം കൂടുതൽ ഗഹനാകും തോറും ഗുരുവിൻ്റെ ഭാഷയ്ക്ക് ലാളിത്യം വരുന്നത് ദൈവദശകത്തിലോ അല്ലെങ്കിൽ അനുകമ്പാദശകത്തിലോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അത് വേറൊരു വഴി. മഹാകവി ഇടശ്ശേരിയുടെ 50-ാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇടശ്ശേരി കലാപാഠശാല പൊന്നാനി ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ വെച്ച ആകാശവാണിയുടെ സഹകരണത്തോടെ ത്രിദിന കാവ്യവിചാരം സെമിനാർ സംഘടിപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം പ്രൊഫസർ എൻ അജയകുമാർ സ്നേഹം എന്ന പുതിയ മൂല്യം ചങ്ങമ്പുഴ കവിതയിൽ എന്ന വിഷയത്തിലും, കവിത ആധുനിക വിമോചനം കുമാരനാശാന്റെ കാവ്യ രാഷ്ട്രീയ ഭാവനകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സജീവും പ്രഭാഷണങ്ങൾ നിർവഹിച്ചു. പി ഭാസ്കരന്റെ ഗാനലോകത്തെ മുൻനിർത്തി ഇ ജയകൃഷ്ണൻ പാട്ടിന്റെ നാട്ടുപന്തൽ എന്ന പേരിൽ ഭാസ്കരൻ മാസ്റ്ററുടെ പാട്ടുകളുടെ ആവിഷ്കാരം നടത്തി. പ്രൊഫസർ കെ വി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിജു നായരങ്ങാടി സ്വാഗതവും പ്രശാന്ത് വി കെ നന്ദിയും പറഞ്ഞു. NCV ന്യൂസ് പൊന്നാനി. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാം സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.